നമസ്കാരം അർപ്പി. നമസ്കാരം. അർപ്പി, പാകിസ്ഥാൻ, സൗദി, തുർക്കി ഒരു അച്ചുതണ്ട് രൂപപ്പെട്ടു വരികയാണ്. ഇസ്ലാമിക് നാറ്റോ എന്ന ഓമന പേരിൽ വിളിക്കപ്പെടുന്ന ഒരു അച്ചുതണ്ട്. ഈ സഖ്യം, ഒരു പുതിയ സഖ്യം വരുന്നത് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഒരു സഖ്യത്തിലേക്ക് നയിക്കുമോ? ഇത് ഭാരതത്തെ എങ്ങനെ ഒരു ഭീഷണിയായി ബാധിക്കുമോ? എന്താണ് ആർപ്പിയുടെ അഭിപ്രായം? ഇതിനൊരു സ്ട്രെയിറ്റ് ആൻസർ യെസ് ഓർ നോ പറയാൻ പറ്റില്ല. ഇതെങ്ങനെ ഇത് ഭാരതത്തെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ബാധിക്കുമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഭാരതം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പുതിയ അലയൻസ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. താങ്കൾ സൂചിപ്പിച്ച പോലെ ഇതൊരു ഇസ്ലാമിക് നാറ്റോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു ഇസ്ലാമിക് ഈ നാറ്റോ പോലെയല്ല. നാറ്റോ ഒരു റീജിയണൽ ബ്ലോക്ക് എന്നുള്ള നിലയിലല്ല. ഇത് ഒരു ഇസ്ലാമിക സുന്നി രാജ്യങ്ങളുടെ ഒരു ഒരുമിച്ചുള്ള ഒരു വരവാണ്. പക്ഷേ ഇതും ആദ്യമായിട്ടൊന്നും അല്ലല്ലോ, ഇത് പുതിയതായിട്ടല്ല. ഇതിപ്പോൾ വലിയ എന്തോ പുതിയ ഒരു സംഭവം എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ. 2000 മുതൽ തന്നെ GCC രാജ്യങ്ങളുമായിട്ട് സൗദി അറേബ്യ ബന്ധപ്പെട്ടിട്ടുണ്ട്. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ എക്സ്ക്ലൂസീവായിട്ടുള്ള കരാറ് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, 2025 അവരൊപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് മാത്രമേ ഈ ഒരു പുതിയ അലയൻസിനെ കാണാൻ പറ്റുള്ളൂ. ഈ ഒരു അലയൻസ് ഭാവിയിൽ ഒരു വലിയ അച്ചുതണ്ടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനുണ്ട്, തുർക്കിയുണ്ട്, സൗദി അറേബ്യ ഉണ്ട്. പക്ഷേ നാളെ ഭാവിയിൽ ചിലപ്പോൾ ഈജിപ്റ്റ് തൊട്ട് നമ്മളുടെ UAE വരെയുള്ള രാജ്യങ്ങളിൽ ചിലപ്പോൾ ഈ ഒരു സഖ്യത്തിൽ ചേർന്നേക്കാം. അപ്പോൾ ഈ മേഖലയിലുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാരതം അത് കൃത്യമായി നോക്കേണ്ടതാണ്, നോക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ അതുകൊണ്ട് ഒരു ഇമ്മീഡിയറ്റ് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഈ സഖ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ സഖ്യത്തിൽ പരസ്പരമുള്ളൊരു വിശ്വാസ്യതയുണ്ട്. ആർപ്പി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ 2025 സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ളൊരു കരാറുണ്ട്. ഈ സഖ്യത്തിൽ തന്നെ പരസ്പരം ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ മറ്റു രാജ്യം ഇടപെടുമെന്നുള്ളത്. പക്ഷേ ഈ ഹൂത്തികളുടെ ആക്രമണം സൗദിക്ക് നേരെ രൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യക്ഷമായൊരു പ്രതികരണം ഇതിലില്ല. 2025 ഇവർ തമ്മിലൊരു പാക്ട് നേരത്തെ ഉണ്ടായിരുന്നു. സൗദി അറേബ്യയിൽ നിന്ന് ഇറാനിൽ നിന്ന് ആക്രമണം നേരിട്ടല്ലോ ഈ കഴിഞ്ഞ മാസങ്ങളിൽ. പാകിസ്ഥാൻ എന്ത് ചെയ്യാൻ സാധിച്ചു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ട്രൂപ്സ് സൗദി അറേബ്യയിലുണ്ട്. അവർക്ക് അറിയാവുന്ന അറിയില്ല. 8,000 തൊട്ട് 13,000 15,000 വരെയുള്ള പാകിസ്ഥാൻ പട്ടാളക്കാർ ഇപ്പോൾ തന്നെ സൗദി അറേബ്യയിലുണ്ട്, നേരത്തെ ഉണ്ട്. എന്തിന്? ഒരു ഫുൾ സ്ക്വാഡ്രൺ അവിടെ ഫൈറ്റർ വിമാനങ്ങളുടെ 16 വിമാനങ്ങളോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. 16 വിമാനങ്ങളുടെ ഒരു ഫുൾ സ്ക്വാഡ്രൺ സൗദി അറേബ്യയിലുണ്ട്, പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ. പക്ഷേ ഇവരെല്ലാം ഉണ്ടായിട്ട് സൗദി അറേബ്യ ഇറാനിൽ നിന്ന് ആക്രമണം നേരിട്ടപ്പോൾ പാകിസ്ഥാൻ അതിനകത്ത് ഇടപെട്ടിട്ടില്ല. അപ്പൊ ഇതൊരു ഗ്രേ ഏരിയ ആണ്. അതായത് ഇതിനകത്ത് ഇവർക്ക് എന്താണ് ഇവർ ഇതുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 3 രാജ്യങ്ങൾക്ക് 3 കേപ്പബിലിറ്റീസ് ഉണ്ട്. ഇത് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് ലോകത്തിന് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഒന്ന്, സൗദി അറേബ്യക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, അവർക്ക് അത് ഫിനാൻസ് ചെയ്യാൻ പറ്റും. തുർക്കിയിൽ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട്, ഡിഫൻസ് റിസർച്ച് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്, നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്, ഡിഫൻസ് എക്യുപ്മെൻസിൻ്റെ ഇത് നടക്കുന്നുണ്ട്. അവരുടെ മിലിറ്ററി എന്ന് പറയുന്നത് ഒരു വലിയ മിലിറ്ററിയാണ്. നാറ്റോയിലെ ഏറ്റവും 2ാമത്തെ ലാർജസ്റ്റ് മിലിറ്ററി എന്ന് പറയുന്നത് തുർക്കിയുടെ മിലിറ്ററിയാണ്. 3ാമത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന് ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ 3 കോമ്പണൻസും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അത് തീർച്ചയായിട്ടും ലോകം ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഇതുവരെ പാകിസ്ഥാനോ സൗദി അറേബ്യ ഒന്നും പ്രത്യക്ഷമായിട്ട് ഒരു കേസിലും അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പം ഇതിനകത്തെ ഒരു നാറ്റോയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണുന്നത്, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സഖ്യത്തിൽ ഒന്നും സംഭവിക്കില്ല. ഇപ്പോൾ പറയുന്നുണ്ട് നിങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങളെ ആക്രമിക്കുന്ന പോലാണ് എന്നൊക്കെ പറയുമെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നും സംഭവിക്കില്ല. കേസ് ടു കേസ് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ ഇവരെന്തെങ്കിലും നടപടി എടുക്കാനേ സാധ്യതയുള്ളൂ. പക്ഷെ ഞാൻ അപ്പോഴും പറയുന്നു, ഇതിൽ തുർക്കിയും പാകിസ്ഥാനും ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളായിട്ട് മാറിയിട്ടുള്ള രാജ്യങ്ങളാണ്. പാകിസ്ഥാൻ എക്കാലത്തും ശത്രുവാണ്. തുർക്കി എർദോഗൻ വന്ന ശേഷം ഭാരതത്തിന് വിരുദ്ധമായ നിലപാടാണ് എർദോഗൻ എടുക്കുന്നത്. പഴയ ഖലീഫയൊക്കെ ആവാനുള്ള ശ്രമത്തിലാണ് എർദോഗൻ നിൽക്കുന്നത്. അപ്പോൾ ഈ 2 രാജ്യങ്ങളും തീർച്ചയായിട്ടും എന്നും ഇതിപ്പോൾ ഈ സഖ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭാരതത്തിനിട്ട് പണിയാൻ വരുന്നവർ തന്നെയാണ്. സൗദി അറേബ്യയുടെ സ്റ്റാൻഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സൗദി അറേബ്യ ഇപ്പോഴത്തെ അവസ്ഥയിൽ തീർച്ചയായിട്ടും ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ഭാരതത്തിന് വിരുദ്ധമായ ദോഷകരമാകുന്ന ഒരു നിലപാടെടുക്കാൻ സാധ്യതയില്ല. പിന്നെ പുറമേ ഉള്ളതിനപ്പുറം അകത്ത് എന്തൊക്കെ നടക്കുമെന്നുള്ളത് നമുക്ക് ഇവരാരെക്കുറിച്ചും പറയാൻ പറ്റില്ല. കാരണം മതമാണ്
ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഏകീകരണ ശക്തി. പക്ഷേ ഈ ഒരു തുർക്കിയുടെ കാര്യം ഇതിൻ്റെ അകത്ത് സൗദി അറേബ്യ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും, കാരണം നമ്മുടെ സൗഹൃദ രാഷ്ട്രമാണ്. ഈ മൂന്ന് പേരിൽ നമ്മുടെ സൗഹൃദ രാഷ്ട്രം എന്ന് പറയാവുന്നത് സൗദിയാണ്. പക്ഷെ തുർക്കി ഒരു എക്സ് ഫാക്ടറായിട്ട് നമുക്കിതിൽ കണക്കാക്കിക്കൂടെ? കാരണം ഞാൻ പറയുന്ന ഒന്ന് ആർപി പറഞ്ഞതുപോലെ എർദോഗൻ്റെ മനസ്സിൽ പഴയ ഓട്ടോമാൻ സുൽത്തനേറ്റ് തിരികെ കൊണ്ടുവന്നാൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പ്രോക്സി വാറുകൾക്ക് പലപ്പോഴും ഇവർ തുണയായി നിന്നിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഡ്രോണുകൾ പാകിസ്ഥാൻ എത്തിച്ചു കൊടുത്തതിൽ തുർക്കി വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അത് തന്നെയാണ്. അതായത് ഇതിന് സഖ്യം വേണമെന്നൊന്നുമില്ല. 2000 മുതൽ ഇവരെല്ലാം തമ്മിൽ പരസ്പര ബന്ധങ്ങളുണ്ട്. ഇസ്രായേലിനെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ള ഈ രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നേരത്തെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു അച്ചുതണ്ട് ഇവർ രൂപീകരിച്ചത്, എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം. അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. കാരണം അന്താരാഷ്ട്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ ഇതിൻ്റെ വിദഗ്ധർക്കൊക്കെ അത് പറയാൻ സാധിക്കും. എൻ്റെ ഒരു അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൗദി അറേബ്യയുടെ ഒരു ഇനിഷ്യേറ്റീവിലായിരിക്കണം ഇങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കിയത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സൗദി അറേബ്യയ്ക്ക് പൂർണ്ണമായിട്ട് എന്തായാലും അമേരിക്കയെ ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ അമേരിക്കയുടെ സ്വാധീനത്തിൽ നിന്ന്, കാരണം ട്രംപിൻ്റെ അധികാരം വന്നതോടുകൂടി, ട്രംപ് പ്രസിഡൻ്റായി രണ്ടാമത് വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ലോകത്തൊരു വലിയ അസ്ഥിരതയുണ്ടാക്കിയിട്ടുണ്ട്. ഒരു ആർക്കും ഒരു നാളെ എന്ത് സംഭവിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തിനും സഖ്യകക്ഷികൾക്കും ശത്രുക്കൾക്കും ആർക്കും തന്നെ അമേരിക്ക ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പെതുക്കെ ഒരു സൗദി അറേബ്യ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യം എന്നുള്ള നിലയിൽ നിന്ന് ഞങ്ങൾക്ക് പെതുക്കെ ഞങ്ങളൊന്ന് മാറാനുള്ള ഒരു ശ്രമം സൗദി അറേബ്യ നടത്തുന്നുണ്ടോ, അതിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ ഒരു സഖ്യം വരുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒറ്റയടിക്ക് എന്തായാലും സൗദി അറേബ്യയ്ക്ക് അമേരിക്കയുമായിട്ടുള്ള ബന്ധമൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ പെതുക്കെ അവരുടെ ഒരു പൂർണ്ണ സ്വാധീനത്തിൽ നിന്ന്, ഒരു സാമന്ത രാജ്യം എന്നുള്ള നിലയിൽ നിന്ന് അല്പം ഒന്ന് മാറി സ്വതന്ത്രമായിട്ട് അല്പം ശ്വസിക്കാനുള്ള ഒരു ശ്രമമാണോ സൗദി അറേബ്യ നടത്തുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൽ രണ്ട് ശക്തികളുടെ, ഒന്ന് നാറ്റോയുടെ, രണ്ട് ചൈനയുടെ പ്രതികരണം അല്ലെങ്കിൽ ഇതിനോടുള്ള സമീപനം എങ്ങനെയായിരിക്കുമെന്നാണ് ആർപിയുടെ? ഏറ്റവും പ്രധാനപ്പെട്ടത് ചൈന തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പുതിയ സഖ്യം വരുമ്പോൾ, നാളെ ഈ സഖ്യത്തിൽ വേറെ രാജ്യങ്ങൾ ചേർന്നാൽ പോലും ഇതിൻ്റെ ഒരു ഇൻവിസിബിളായിട്ടുള്ള അച്ചുതണ്ട്, പ്രത്യക്ഷമല്ലാത്തതായിട്ടുള്ള ഒരു നട്ടെല്ലെന്ന് പറയുന്നത് ചൈനയാണ്. ഞാനതാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ സൂക്ഷിക്കേണ്ടതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ആ ഒരു ആസ്പെക്റ്റാണ്. ചൈനയും തുർക്കിയും തമ്മിൽ ഡിഫൻസ് രംഗത്ത് ഉണ്ടാകാൻ പോകുന്ന വലിയ സഹകരണം അത് ഭാരതത്തിന് വലിയ പാരയാകും. അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു സഖ്യം ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ്റെ റോക്കറ്റുകൾക്ക് വലിയ തോതിൽ സഹായമാകാൻ പോകുന്നത് ഈ ഇവരുടെ സിസ്റ്റമാണ്, ചൈനയുടെ സിസ്റ്റമാണ്. അതിൽ ഇൻ്റലിജൻസും സർവലൻസും റെക്കണൻസും ഒക്കെ ഉണ്ട്, ISR എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നാളെ തുർക്കിക്കും കൂടി വ്യാപകമാകുകയാണ്. തുർക്കിയിലേക്കും കൂടി ഈ ചൈനീസ് വ്യാപനം ഉണ്ടാകുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ചൈനയായിരിക്കും ഇതിൻ്റെ പിന്നിലുണ്ടാകാൻ പോകുന്ന ഒരു ചാലക ശക്തി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സഖ്യത്തിൻ്റെ പിന്നിൽ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ മറ്റ് രാജ്യങ്ങൾ, മധ്യപൂർവേഷ്യയിലെ UAE ഉൾപ്പെടെയുള്ളവർ ചിലപ്പോൾ മതത്തിൻ്റെ പേരിൽ ഇതിനോട് ചേർന്നു എന്ന് വരും. ഇതിനിടയിൽ ഇസ്രായേലിൻ്റെ നയം എന്തായിരിക്കും? ഇസ്രായേലിൻ്റെ ആദ്യം അവരുടെ നിലനിൽപ്പ് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഇസ്രായേലിൻ്റെ നയം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്രായേൽ ഇത് മാത്രം കണ്ടിട്ടൊന്നുമല്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു എക്സിസ്റ്റൻസിന്റെ പ്രശ്നം എന്നുള്ള നിലയിൽ തന്നെയാണ്. ആ ശത്രുക്കൾ 2-3 പേർ ഒരുമിച്ച് കൂടി ഒരു അലയൻസ് ഉണ്ടാക്കുന്നു എന്നതിനപ്പുറം ഇസ്രായേലിന് പുതുതായിട്ടൊന്നുമില്ല. ഇവരൊന്നും അലയൻസിലാണെങ്കിലും അല്ലെങ്കിലും ഇവർ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ നിൽക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഇങ്ങനെ ഒരു അച്ചുതണ്ട് ഇസ്രായേലിനും ഇറാനും ഇടയിൽ വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം പറയാം. മതത്തിൻ്റെ, അതായത് ഒരു ഇസ്ലാമിക നാറ്റോ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഞാൻ പറയാം. ഇതിലെ ഷിയ സുന്നി ഡിവൈഡ് ഉണ്ട്. പറയുകയാണെങ്കിൽ തുർക്കിയും സൗദി അറേബ്യയും ഈ പറയുന്ന പാകിസ്ഥാനും ഒക്കെ സുന്നി രാജ്യങ്ങളാണ്. പക്ഷേ ഇതിനകത്ത് വേറെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 8,000 തൊട്ട് 13,000 വരെ പാകിസ്ഥാനി ട്രൂപ്സ് സൗദി അറേബ്യയിലുണ്ട്. സൗദി കർശനമായിട്ട് വിലക്കിയിട്ടുണ്ട്
പാകിസ്ഥാനിൽ നിന്നുള്ള ഷിയ പട്ടാളക്കാർ ഒരു കാരണവശാലും സൗദിയിലെത്താൻ പാടില്ല, ഈ സൗദിയിൽ ഡ്യൂട്ടിക്ക് എത്താൻ പാടില്ല എന്ന് അവർ പറയുന്നുണ്ട്, നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ഒരു 20% ഷിയ പോപ്പുലേഷനുണ്ട്, 15 തൊട്ട് 20 എന്നാണ് പറയുന്നത്. ഈ ഷിയ പോപ്പുലേഷൻ്റെ 20% ഉള്ളെങ്കിലും അതിൽ കൂടുതൽ, ആ ശതമാനക്കണക്ക് വ്യക്തമല്ലെങ്കിലും 20-ന് കൂടുതൽ ആനുപാതികമായിട്ട് നോക്കിയാൽ ജനസംഖ്യയേക്കാൾ കൂടുതൽ ഷിയ സാന്നിധ്യം പാകിസ്ഥാൻ ആർമിക്കുള്ളിലുണ്ട്, എല്ലാ റാങ്കുകളിലും ഉണ്ട്. അപ്പോൾ ഈ ഓഫീസേഴ്സിനെ തെരഞ്ഞു പിടിച്ച് സുന്നികളെ മാത്രമാണ് സൗദിക്ക് കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ അത് കൂടുതൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് പാകിസ്ഥാന് വലിയ ദോഷമാണ്. കാരണം പാകിസ്ഥാൻ ആർമിക്കുള്ളിൽ ഒരു ഷിയ സുന്നി ഡിവൈഡ് ഉണ്ടാകും. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇപ്പോൾ തന്നെ ആ ഒരു പ്രശ്നമുണ്ട്. കാരണം കഴിഞ്ഞ മാർച്ചിൽ അസീം മുനീർ, പാകിസ്ഥാൻ്റെ ഈ പറയുന്ന വിഖ്യാത ജനറൽ, അദ്ദേഹം ആർമി മേധാവി, ഷിയ ക്ലറിക്സിനെ, അതായത് ഷിയ പുരോഹിതരെ പച്ചയ്ക്കാണ് ചീത്ത പറഞ്ഞത്. അതായത് ഇറാന് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുന്നു, അയത്തുള്ള അലി ഖമനേയുടെ മരണത്തെ തുടർന്ന് വലിയ പ്രകടനം നടത്തി അക്രമം ഉണ്ടായി. അപ്പോൾ വളരെ കർശനമായിട്ട് അസീം മുനീർ അവരോട് പറഞ്ഞാൽ, നിങ്ങൾ ഇതിലും ഭേദം പാകിസ്ഥാനിന് പകരം നിങ്ങൾ നേരെ ഇറാന് വിട്ടുപിടിച്ചോ, അവിടെ എങ്ങാനും പോയി താമസിച്ചോ, ഇവിടെ താമസിക്കേണ്ടെന്നൊക്കെ കർശനമായിട്ട് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ പട്ടാള മേധാവിയാണ് ഷിയകൾക്കെതിരെ സംസാരിച്ചത്. ഷിയ ഒരു വലിയ സാന്നിധ്യം പാകിസ്ഥാൻ ആർമിക്കകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ പാകിസ്ഥാൻ ആർമിക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ വലുതാകാനും ഇതുപോലെയുള്ള സഖ്യങ്ങളിൽ, അതായത് സൗദി അറേബ്യയുടെ കർശന നിലപാട് തീർച്ചയായിട്ടും ഈ പ്രശ്നം വലുതാകാനും ഒരു കാരണമാകാം. ഞാൻ പറഞ്ഞ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സഖ്യമാണ്, അച്ചുതണ്ടാണ് ഇത് എങ്കിലും മതമെന്ന് പറയുന്നതുകൊണ്ട് മാത്രം ഇതിനുള്ളിലെ ഭിന്നതകൾ അവസാനിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടുക. അപ്പോൾ ഇറാൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? കാരണം സുന്നികളുടെ ഒരു കൂട്ടായ്മയാണല്ലോ ഇത്. കാരണം ഷിയകൾ സുന്നികളെ അടുപ്പിക്കാറില്ല, തിരിച്ചും അടുപ്പിക്കാറില്ല. ഇത് ആഗോളതലത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ ആർമിയിലുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞ അതേ കാര്യം ആഗോളതലത്തിൽ ഷിയ സുന്നി ഡിവൈഡ് ഒന്നുകൂടി ശക്തമായിട്ട് മാറും. അത് അവർ തമ്മിലുള്ള ശത്രുത വളരെ വലിയ ശക്തമായിട്ട് മാറുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായിട്ട് ശിഥിലമായിരിക്കുകയാണ്. അതിന് റിപ്പയർ ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ദശകങ്ങൾ കഴിയും. അല്ലെങ്കിൽ ഇറാനിൽ അതുപോലെ ഒരു വലിയ ഭരണമാറ്റം ഉണ്ടാകണം. അതിപ്പോഴത്തെ നിലയിൽ ആർക്കും അത് അങ്ങനെ പ്രവചിക്കാൻ സാധിക്കുന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും മുസ്ലിം ലോകത്ത് ഒരു വലിയ ഡിവിഷനുണ്ട്, വലിയൊരു ഭിന്നതയുണ്ട്. ആ ഭിന്നത കൂടുതൽ വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ഈ ഒരുമിച്ച് വരുന്നവരെല്ലാം ഇറാന്റെ വലിയ ശത്രുക്കളാണ്. അതെ, തീർച്ചയായിട്ടും. അവസാനം വേണ്ട നാറ്റോയുടെ ഒരു പ്രതികരണം. നാറ്റോ പ്രതികരിക്കാത്തതോ ഇപ്പോൾ അമേരിക്കയുടെ പ്രതികരണം മാത്രമായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും തുർക്കി നാറ്റോയിലെ ഒരു അംഗമാണ്. തീർച്ചയായിട്ടും ഈ ഒരു നാളെ ഒരു സാഹചര്യം വരികയാണ്, ഈ ഇസ്ലാമിക നാറ്റോ എന്ന സങ്കല്പം ശക്തി പ്രാപിച്ച് അതിനൊരു പ്രാതിനിധ്യം വരികയാണ്. അങ്ങനെയുണ്ടെങ്കിൽ നാറ്റോയുടെ ഒരു പ്രതികരണം എങ്ങനെയായിരിക്കും? ഇപ്പോൾ തന്നെ തുർക്കിയെ പുറത്താക്കണമെന്നുള്ള ആവശ്യം പല രാജ്യങ്ങളും ഉയർത്തുന്നുണ്ട്. തുർക്കിയെ പുറത്താക്കണമെന്ന് പല രാജ്യങ്ങൾ പറയുന്നുണ്ട്. ഇസ്ലാമിക നാറ്റോ എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നതിനെതിരെ വലിയ ഒബ്ജക്ഷൻ ഉണ്ട്. കാരണം നാറ്റോയുടെ അടിത്തറ ഇളക്കുന്ന ഒരു ശ്രമമാണിത് എന്നുള്ള ചിന്തിക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. ഇതെല്ലാം ശരിയാണ്. ഇത് കൂടുതൽ ഭാവിയിൽ സംഘർഷങ്ങളും സങ്കീർണതകളും ആഗോള ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാവരും വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള ഒരു പോളിസിയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് കൂടുതലൊന്നും ഇക്കാര്യത്തിൽ ചെയ്യാനില്ല. ഇനി തുർക്കിയുടെ ഒരു സ്റ്റാൻഡ്, തുർക്കി എങ്ങനെയാണ് നാറ്റോയോട് ഉള്ള സമീപനം ഇതുപോലെ തന്നെ തുടരുകയാണോ, അത് ഇതുപോലെ ഒരു റീജിയണൽ ബ്ലോക്കായിട്ട് ഇതിനൊരു പാരലൽ സംവിധാനമായിട്ട് മറ്റേതിനെ ഉയർത്തിക്കൊണ്ടുവരുമോ എന്നൊക്കെ ഉള്ളത് വളരെ ശ്രദ്ധയോടുകൂടി മറ്റ് രാജ്യങ്ങൾ നോക്കിക്കാണുകയാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെയുള്ള വലിയൊരു ലോങ് ടേം പ്ലാൻ അല്ല ഇതിനകത്തുള്ളത്. മറിച്ച് അമേരിക്കയുടെ കൈപ്പിടിയിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് കുതറി ഒരല്പം ശ്വാസം എടുക്കുക എന്നുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരമായിട്ടാണ് അവർ ഈ തുർക്കി പാകിസ്ഥാൻ സഖ്യത്തെ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുർക്കിയെയും പാകിസ്ഥാനെയും സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനോടുള്ള നിതാന്ത വൈരാഗ്യവും ഇറാനോടുള്ള ദേഷ്യവും ഒക്കെ അവർക്ക് മതവിരോധത്തിൽ നിന്നും ഷിയ വിരോധത്തിൽ നിന്നും ഒക്കെ വരുന്നു. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരുമിച്ച് വന്നിരിക്കുന്നു.
പക്ഷേ ഈ താല്പര്യങ്ങൾ ഒരുമിക്കുമോ എന്നുള്ളതാണ് ഇതിലെ അടിസ്ഥാനപരമായ ചോദ്യം. അത് സമീപ ഭാവിയിൽ തന്നെ നമുക്കതിന് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ എനിക്ക് തോന്നുന്നു തുർക്കിയുടെ ഈ ഒരു വിശ്വാസ്യതയും നമുക്കൊന്ന് കണക്കിലെടുക്കേണ്ടി വരുമല്ലേ? കാരണം പല റോഹിംഗ്യകൾക്ക് പ്രശ്നമുണ്ടാക്കുമ്പോൾ ഞങ്ങൾ കപ്പലയക്കുമെന്ന് പറയും, അയക്കില്ല. പക്ഷെ നാറ്റോയോടുള്ള പെരുമാറ്റം, ഭാരതത്തോടുള്ള പെരുമാറ്റം, ഇതിലെല്ലാം തീവ്രവാദി രാജ്യമായിട്ട് മാറുകയാണ്. തീവ്രവാദി രാജ്യമായിട്ട് മാറുകയാണ് എർദോഗന്റെ കീഴിൽ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനനുസരിച്ചുള്ള പോളിസി തന്നെയാണ് അവർ നടപ്പാക്കുന്നത്. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റവും ശ്രദ്ധ വേണ്ട ഒരു അവസരമാണ്. കാരണം ഒരു അച്ചുതണ്ട് രൂപപ്പെടുകയാണ്. ആ അച്ചുതണ്ടിലെ 3 രാജ്യങ്ങളിൽ 2 രാജ്യങ്ങൾ നമ്മളുടെ പ്രഖ്യാപിത ശത്രുക്കളുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ചൈന ഫാക്ടറും ഉണ്ട് അവിടെ, ആർ പി പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം നമുക്ക്. ഓക്കെ, വളരെ നന്ദി ആർ പി. നമസ്കാരം. നമസ്തേ.